Hi friends, welcome to my first video. Let me create a DIY Altoid wallet. So first ഒരു കാർഡ്ബോർഡ് പീസ് അല്ലെന്നുണ്ടെങ്കിൽ വേസ്റ്റായി കിടക്കുന്ന എന്തെങ്കിലും കാർഡ്ബോർഡ് പീസ് എടുത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക. ആൻഡ് അതിന് 12 cm to 8 cm എന്നുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. സോ കോർണറിന് വേണ്ടിയിട്ട് ഒരു 1 inch വീഡത്തിൽ ഈ കാണുന്ന ലെങ്ത്തിൽ ഒരു 3 പീസ് കാർഡ്ബോർഡ് തന്നെ കട്ട് ചെയ്തെടുക്കാം. ദെൻ ആ ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ പേപ്പറിൽ ഈ ഒരു കോർണർ പശ വെച്ചിട്ടോ അല്ലെങ്കിൽ ടാപ്പ് വെച്ചിട്ടോ ഒട്ടിച്ചെടുക്കാം. സോ ഇങ്ങനൊരു റെഫറൻസ് ആയിട്ട് അപ്പം നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിനെ എന്തെങ്കിലും ടാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ പേപ്പർ വെച്ചിട്ടോ ഇതുപോലെ കവർ ചെയ്തിട്ട് ആ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയി. ഞാൻ വീഡിയോയിൽ കണ്ട പോലെ സെൻറ്ററിൽ ആ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഗ്ലാസ് ടാപ്പ് വെച്ചോ എന്തെങ്കിലും ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. പിന്നെ ഈ കാണുന്ന ബ്ലൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള എന്തെങ്കിലും പേപ്പർ വെച്ചിട്ട് ഒരു കളർഫുള്ളായിട്ട് ഇത് കവർ ചെയ്തെടുക്കുക. പിന്നെ ഇതുപോലെ ഒരു ടാപ്പ് വെച്ച് ചുറ്റുഭാഗങ്ങളും കവർ ചെയ്തെടുക്കുക. പേപ്പർ വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ, പക്ഷേ അത് കുറച്ചുകൂടി റിസ്ക് ആയതിൻ്റെ പേരിലാണ് ടാപ്പ് വെച്ച് കവർ ചെയ്യുന്നത്. പിന്നെ വീഡിയോയിൽ കണ്ട പോലെ ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് എടുത്ത് അതിനെ ബ്ലൂ പേപ്പർ വെച്ചിട്ട് എന്തെങ്കിലും വെച്ച് കവർ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോട്ട്ബുക്ക് വേണമല്ലോ, അതിൽ ഒരു ഷെൽഫ് പോലെ വെക്കുന്ന ആ നോട്ട്ബുക്കിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വേസ്റ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ മടക്കി ഒരു 2 to 3 to 4 ഫോൾഡായിട്ട് മടക്കി പശ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റേപ്ലർ വെച്ചോ അടിച്ചെടുക്കുക. ആൻഡ് അതിനൊരു ബുക്ക് കവർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ന്യൂസ് പേപ്പറിൻ്റെ ബാക്കിയോ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും പേപ്പേഴ്സോ എടുത്തിട്ട് അതിനൊന്ന് കവർ ചെയ്തെടുക്കുക. പിന്നെ നമുക്കത് അതിന്മേൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പശ വെച്ച് ചെയ്യാം, പക്ഷേ കുറച്ചുകൂടി ഈസി ഡബിൾ ടാപ്പിൽ ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ. എന്നിട്ട് നമ്മുടെ വാലറ്റിൽ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഏത് ഫോട്ടോ ആണോ വെക്കേണ്ടത് ആ ഫോട്ടോൻ്റെ ബാക്കിൽ ഒരു ഇതുപോലെ ഡബിൾ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. സോ നമുക്ക് ഇങ്ങനെ ഒരു ഫോമിൽ കിട്ടും. പിന്നെ നമുക്ക് ജസ്റ്റ് ഡെക്കറേറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ബീഡ്സോ, അപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുള്ളത് ഒരു ചെറിയ ഫ്ലവറാണ്, അങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ മറ്റ് പേജിൻ്റെ അവിടെ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളെ കസ്റ്റമൈസ് പോലെ ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഈ ഒരു പേപ്പറിന് കോംബോ ആയിട്ടുള്ളൊരു കളർഫുള്ളായിട്ടുള്ളൊരു പൂവാണ് വെച്ച് കൊടുത്തിട്ടുള്ള 2 എണ്ണം. പിന്നെ ഒരു ത്രെഡ് വെച്ചിട്ട് ഈ സൈഡിൽ ഒരു ഹാങ്ങിങ് പോലെ വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ഫോട്ടോ കൂടി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആക്ച്വലി ഇതൊരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ ആൽട്ടോയിഡ് വാലറ്റ് എന്നുള്ള രീതിയിൽ വാങ്ങിക്കാൻ തന്നെ കിട്ടും, പക്ഷേ കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വേസ്റ്റ് പേപ്പേഴ്സ് ഒന്നും ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് DIY ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. സോ നമുക്ക് ഫൈനൽ ലുക്കായിട്ട് ഇതാണ് കിട്ടുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.